ഒറ്റയ്ക്ക് ഉള്ള ഒരു രക്ഷ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലില്ല. നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടാണ്. അതുകൊണ്ടാണ് നടപടി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വസിച്ചവരെല്ലാം ഒരു ഒറ്റ സമൂഹമായി മാറി. പരിശുദ്ധാത്മാവ് പന്തക്കോസ്താ തിരുനാളിൽ വന്ന് ആദ്യം സംഭവിക്കുന്നത് ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു. കുറെ വ്യക്തികളെ ഈശോ സ്വാധീനിച്ചെന്നല്ല പറയുന്നത്, ഒറ്റ സമൂഹമായി അവർ മാറുകയാണ്. ഇതാണ് സഭയുടെ അടിസ്ഥാന ഭാവം. നമ്മൾ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടവരോ ഒറ്റയ്ക്ക് വളരേണ്ടവരോ അല്ല, മറിച്ച് ഒറ്റ സമൂഹമായി മാറേണ്ടവരാണ്. അത് തന്നെ കാരണം നമ്മുടെ ബൈബിളിൽ നമുക്കായിട്ട് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവത്തിന്റെ ചിത്രം എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച ദൈവം. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാം, നമ്മുടെ ആരുടെയും സഹകരണം വേണ്ട. പക്ഷെ അവിടുന്ന് എപ്പോഴും മനുഷ്യനെ സഹകാരിയാക്കാൻ ആഗ്രഹിച്ചു, എന്നിട്ട് അവന്റെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിച്ചു. നമ്മുടെയും കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനം.